ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ നെക്സ്റ്റ് എസ്സേ ദ ഫസ്റ്റ് ആറ്റം ബോംബ് ബൈ മാർഷൽ ജുനോദ്. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്താണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം. മാർഷൽ ജുനോദ് എന്ന് പറയുന്നത് ഹി വാസ് എ സെസ് ഡോക്ടർ, ഓക്കെ, ആൻഡ് was also the first foreign doctor to reach Hiroshima after the atom bomb attack by the US on the 6th August. അതായത് നമ്മുടെ മാർഷൽ ജുനോ as he was a doctor, he visited Hiroshima just after the Hiroshima bomb attack by the USA, and he published a book about his experience which was titled as Warrior Without Weapons. Okay, അതായത് അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ അവിടെ വെച്ചുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഹി പബ്ലിഷ്ഡ് എ ബുക്ക് ആൻഡ് ഇറ്റ് വാസ് എൻടൈറ്റിൽഡ് ആസ് വാരിയർ വിത്തൗട്ട് വെപ്പൺസ്. ഓക്കെ, ദെൻ he worked for United Nations Children's Fund in China, and also then he settled in Europe in 1950. And here in this essay, Junod described the terrible destruction of a once prosperous and thickly populated city of Hiroshima in Japan during the Second World War. ഈ ഒരു എസ്സേ, ദ ഫസ്റ്റ് ആറ്റം ബോംബ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം പറയുന്നത് ഹിരോഷിമയിൽ, ജപ്പാനിലെ ഹിരോഷിമയിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് എന്തിൻ്റെ ഡിസ്ട്രക്ഷനാണ് ഹിരോഷിമ എന്ന് പറയുന്ന ആ ഒരു പ്രോസ്പെറസ് ആൻഡ് തിക്ലി ആയിട്ടുള്ള ആ ഒരു സിറ്റിയുടെ ഡിസ്ട്രക്ഷനെ കുറിച്ചാണ് ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം പറയുന്നത്. It was on the 6th of the August 1945 that an atom bomb was used for the first time in warfare on the city of Hiroshima. അതായത് ആദ്യമായി ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 ഒരു എന്തുണ്ടാവുകയാണ്, ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണ്. ദിസ് എസ്സേ ബിഗിൻസ് ബൈ ഡിസ്ക്രൈബിംഗ് ദ വൺസ് പ്രോസ്പെറസ് ഹിരോഷിമ, ദെൻ ഗോസ് ഓൺ ടു ഗിവ് us എ വെരി ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സിറ്റി ആഫ്റ്റർ ദി ആറ്റം ബോംബ് അറ്റാക്ക്. അതായത് ഈ എസ്സേ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഹീസ് ഡിസ്ക്രൈബിംഗ് ദിസ് പ്രോസ്പെറസ് സിറ്റി, ദാറ്റ് ഇസ് ഹിരോഷിമ എന്ന് പറയുന്ന ആ ഒരു പ്രോസ്പെറസ് സിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ദെൻ ഹി ഗോസ് ഓൺ ടു ഗിവ് എ വെരി ഡീറ്റെയിൽസ് അക്കൗണ്ട് ഓഫ് ദ കണ്ടീഷൻ ഓഫ് ഹിരോഷിമ after the destruction or the after ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ ഓർ ആറ്റം ബോംബ് അറ്റാക്കിന് ശേഷമുള്ള ആരുടെ കണ്ടീഷൻ, ഹിരോഷിമയുടെ കണ്ടീഷനാണ് പിന്നെ നമ്മളോട് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഷെഡ്സ് ലൈറ്റ്സ് ഓൺ ദ മാക് ആദർ സ്പീച്ച് ഓൺ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ വാർ. പിന്നെ നമ്മളെ കാണിക്കുന്നത് മാക് ആദർ എന്ന് പറയുന്ന ആ ഒരു US ആർമി ഓഫീസറുടെ അവസാന അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഓൺ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ വാറിൻ്റെ ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂട്ടിലിറ്റിയെക്കുറിച്ചാണ് പിന്നെ നമ്മളോട് പറയുന്നത്. Through the essay is expressed his contempt for war, his genuine worry about the future of mankind with the emergence of such deadly modern weapons like atom bomb. ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എന്തിനോടുള്ള പുച്ഛമാണ്, വാറിനോടുള്ള പുച്ഛമാണ് അല്ലേ. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വറി അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് മാൻകൈൻഡ്. പിന്നെ അദ്ദേഹം പറയുന്നത് മാൻകൈൻഡിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വറിയാണ്. വിത്ത് ദ എമർജൻസ് ഓഫ് സച്ച് മോഡേൺ വെപ്പൺസ് ലൈക്ക് ആറ്റം ബോംബ് പോലെയുള്ള അങ്ങനെയുള്ള വെപ്പൺസിൻ്റെ എമർജൻസോട് കൂടി അല്ലേ നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ദ മാൻകൈൻഡ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ വറിയാവുകയാണ്. ഓക്കെ, അപ്പോൾ എസ്സേ ബിഗിൻസ് ബൈ ജുനോ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ 3 weeks ആഫ്റ്റർ ദ 2 atom bombs were dropped on Hiroshima and Nagasaki. He then goes on to describe the response of American when he mentioned the word Hiroshima as well as the response of the Japanese. അദ്ദേഹം പറയുകയാണ്, തുടങ്ങുമ്പോൾ തന്നെ പറയാണ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് 3 weeks ആഫ്റ്റർ, 3 ആഴ്ച കഴിഞ്ഞു, ആറ്റം ബോംബ്സ് were dropped on Hiroshima and Nagasaki. നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലേ. പിന്നെ അദ്ദേഹം പറയുന്നത് അമേരിക്കൻസിൻ്റെ റെസ്പോൺസ് ആൻഡ് ജപ്പാൻസിൻ്റെ റെസ്പോൺസ് വെൻ ദേ ഹേർഡ് ദ വേർഡ് ഹിരോഷിമ. ഹി ദെൻ റൈറ്റ്സ് ഓഫ് ദ inconclusive and uncertain number of the death, injury, other related symptom of the atom bomb in Hiroshima. പിന്നെ അദ്ദേഹം എന്തിനെക്കുറിച്ച് പറയുകയാണ്, ഒരുപാട് മുറിവുകളും മരണങ്ങളും ഒക്കെ നടന്നു, അത് സിംറ്റംസ് ഉണ്ടാകുകയാണ് എന്തിൻ്റെ, ആസ് എ റിസൾട്ട് ഓഫ് ദ ആറ്റം ബോംബ് ഇൻ ഹിരോഷിമ. ദെൻ ഹി ഗോസ് ഓൺ ടു ടോക്ക് ഓഫ് ദ ടെലിഗ്രാം ദാറ്റ് ഹി ഹാഡ് റിസീവ്ഡ് ഫ്രം ദി ബിൽഫിംഗർ. പിന്നെ അദ്ദേഹം പറയുകയാണ് തനിക്ക് കിട്ടിയ ടെലഗ്രാമിനെ കുറിച്ച്. ആ ടെലഗ്രാം ദാറ്റ് കൺവേഡ് ഓൾമോസ്റ്റ് 90% ഓഫ് ദ സിറ്റി ഓഫ് ദ ഹിരോഷിമ had been destroyed along with many hospitals which were either
ഡിസ്ട്രോയിഡ് കംപ്ലീറ്റ്ലി ഓർ ക്രൂഷ്യലി ഡാമേജ്ഡ് ഡ്യൂ ടു ബോംബിങ്. ഇതിൽ പറയുന്നത് ഈ ഒരു ടെലിഗ്രാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹിറോഷിമ എന്ന് പറയുന്ന സിറ്റി ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിൻ്റെ എല്ലാ ഹോസ്പിറ്റലുകളും 90% ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, അതിൻ്റെ ഹോസ്പിറ്റലുകൾ പോലും ഡാമേജ് ആയിരിക്കുകയാണ്. എഫക്റ്റ് ഓഫ് ദ ബോംബ് റിമെയിൻ മിസ്റ്റീരിയസ് ആൻഡ് അൺസർട്ടൈൻ. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. ദ സർവൈവിംഗ് വിക്ടിംസ് ആർ സ്റ്റിൽ ഇൻ ഡേഞ്ചറസ് കണ്ടീഷൻ, നീഡഡ് പ്രോപ്പർ മെഡിക്കൽ കെയർ, ബട്ട് ദർ വാസ് എ സീരിയസ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ മെറ്റീരിയൽ ലൈക്ക് ബാൻഡേജ് ആൻഡ് മെഡിസിൻ. പിന്നെ പറയുന്നത് അവിടെ സർവൈവിങ് വിക്ടിംസ്, അതായത് അവരൊക്കെ എന്താ പറയുക, ഉയർന്നു വരുന്ന ഇരകൾക്കൊക്കെ അവരുടെ ഡേഞ്ചറൽ കണ്ടീഷൻ അവരിപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, സർവൈവ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അവർക്ക് എന്ത് കിട്ടുന്നില്ല, പ്രോപ്പർ മെഡിക്കൽ കെയർ കിട്ടുന്നില്ല. കാരണം അവിടെ ഷോർട്ടേജ് ഓഫ് മെഡിക്കൽ മെറ്റീരിയൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാൻഡേജ്, മെഡിസിൻ ഇതൊന്നും അവിടെ കൃത്യമായി കിട്ടുന്നില്ല ഹിരോഷിമയിൽ. അപ്പീൽസ് ഹാഡ് ബീൻസ് sent out for supplies to be urgently parachute to the center of the town. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പാരച്യൂട്ടിൽ എന്ത് കൊണ്ടുപോയിട്ട് സെൻറ്റർ ഓഫ് ദ ടൗണിൽ ഇങ്ങനെയുള്ള ആവശ്യമായ മെഡിക്കൽ കെയർ എത്തിക്കണമെന്ന ഒരു കാര്യമാണ് ടെലിഗ്രാംസിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ടെലഗ്രാം, ദ തിങ്സ് ദാറ്റ് were urgently required were the large supply of bandages, cotton wool, ointment for treating the burns, and sulfamides, blood plasma, and transfusion kits. And also the telegram ended by stating that urgent action was required. അപ്പോൾ ആ ടെലഗ്രാമിൽ കോട്ടൺ വൂൾസ്, ഓയിൻമെൻറ്റ് അല്ലേ, പിന്നെന്താ സൾഫമൈഡ്സ് ആൻഡ് ബ്ലഡ് പ്ലാസ്മ, ട്രാൻസ്ഫ്യൂഷൻ കിറ്റ്സ്, ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം അല്ലേ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന ആവശ്യമായിട്ടാണ് നമ്മുടെ മാർഷലിന് ഈ ഒരു ടെലഗ്രാം കിട്ടുന്നത്. Nother took this telegram along with a few photographs which he still had with him, immediately set off to the Yokohama Chamber of the Commerce, where General MacArthur and his staff had already positioned themselves. Marshal Junot then goes on to describe the reaction of the General Fitch, Chief of the U.S. Information Service, and Colonel Marcus of the Prisoner of the War Department, the Colonel Webster, the Chief of the Hospital Service, Colonel Sams in charge of the Assistant for the Civil Population towards the telegram. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ എല്ലാ വ്യക്തികളും, അതായത് ആ ഒരു US അല്ലെ എന്താ പറയുക US ഓഫീസേഴ്സുകളുടെ റിയാക്ഷനാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഈ ടെലഗ്രാം അലോങ് വിത്ത് സെവറൽ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ കണ്ടീഷൻ ഓഫ് ദ ഹിറോഷിമ ഇതൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെടുകയാണ്. എന്നിട്ട് അവർക്കൊക്കെ ഇത് കാണിക്കുകയാണ്. പക്ഷെ അവരുടെ റിയാക്ഷനാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ നമ്മളോട് പറയുന്നത് അല്ലേ. ഇത്രയും വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അല്ലേ. എന്താ പറയുന്നത്, despite the telegram clearly mentioning that it was an urgent matter, these officials have their consent to send 15 tons of the medicals and hospital material only after a week. അതായത് ടെലഗ്രാമിൽ പറയുന്നത് ഇറ്റ് ഈസ് ഏർജൻ്റ് ആണ്, ഇത് വളരെ ഏർജൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഒഫീഷ്യൽസ് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവരുടെ അഭിപ്രായത്തിൽ US നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള മെഡിക്കൽ മെറ്റീരിയൽസൊക്കെ എത്തിക്കാം ഓൺലി ആഫ്റ്റർ എ വീക്ക് അല്ലേ. അതായത് എപ്പം മാത്രം, ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് എത്തിക്കാം എന്നായിരുന്നു അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുകയാണ് അത്രയും സെപ്റ്റംബർ 7th നമുക്ക് എന്ത് ചെയ്യാം, ഇത് എത്തിക്കാം. ദർ ഓൾസോ ആസ്ക്ഡ് മാർഷൽ ജുനോ ടു ബോർഡ് എ പ്ലെയിനോ ടു ഹിറോഷിമ അലോങ് വിത്ത് എ കമ്മീഷൻ ഓഫ് എൻക്വയറി ആൻഡ് ഓൺലി ടു അനലൈസ് ദ സിറ്റുവേഷൻസ്. അവർ പറയുകയാണ് മാർഷൽ ജുനോദിനോട്, നമുക്ക് എന്ത് ചെയ്യാം, ഹിറോഷിമയിലേക്ക് ഒരു പ്ലെയിൻ അയക്കാം, എന്നിട്ട് വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഓഫ് എൻക്വയറി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, അല്ലാതെ ഹെൽപ്പിന് വേണ്ടിയല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അയക്കാമെന്ന് പറയുകയാണ്. Once the investigation team of the International Red Cross reaches Hiroshima, they meet two Japanese interpreters, Miss Ito, a Canadian-born and Japanese journalist who spent 20 years in USA. According to Miss Ito, Hiroshima, the name means the broad island, was a busy and prosperous town placed on the delta of the river Otta. പിന്നെ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ എത്തുകയാണ്. ഇൻ്റർനാഷണൽ റെഡ് ക്രോസിൻ്റെ കീഴിലുള്ള അവരവിടെ എത്തി. അവർ രണ്ടുപേരെ മീറ്റ് ചെയ്യാൻ, രണ്ട് ജാപ്പനീസ് ഇൻ്റർപ്രറ്റേഴ്സിനെ, ഒരാളെ പേര് മിസ് ഇറ്റോ എന്ന് പറയുന്ന ഒരു ആളും പിന്നെ ഒരു ജാപ്പനീസ് ജേർണലിസ്റ്റുമാണ്. അപ്പോൾ ഈ ജേർണലിസ്റ്റും അവരുടെ കാര്യങ്ങളൊക്കെ പറയണം. അവരുടെ അഭിപ്രായത്തിൽ ഹിറോഷിമ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ബ്രോഡ് ഐലൻഡ് എന്നാണ്. അത് വളരെ പ്രോസ്പെറസ് ടൗൺ ആയിരുന്നു. അത് റിവർ ഓട്ടയുടെ അടുത്ത് കിടക്കുന്ന ഒരു വളരെ പ്രോസ്പെറസ് ആയ ടൗൺ ആണെന്നും ഇറ്റ് വാസ് ദ 7th largest town in Japan and the 7 branches of river Otta came together here in the perfect ട്രയാങ്കിൾ. അത്രയും ലാർജസ്റ്റ് ടൗൺ ആണ് ജപ്പാനിലുള്ളതും. പിന്നെ അതിൻ്റെ 7 branches ഓഫ് ദ റിവർ ഓട്ട അത് എവിടെ മീറ്റ് ചെയ്യുകയാണ്, ഹിറോഷിമയിലാണ് മീറ്റ് ചെയ്യുന്നതെന്നും
ഇറ്റ് ഹാഡ് മെനി ഫാക്ടറീസ്, ഓയിൽ റിഫൈനറീസ്, ഹാർബേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരുപാട് കണക്കൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് മിലിറ്ററി യൂണിറ്റ്സ് ഉണ്ട്, ഒരുപാട് സോൾജേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ജേർണലിസ്റ്റ് പറയുകയാണ്. ആഫ്റ്റർ ദിസ് അക്കൗണ്ട് ഓഫ് ദ പ്രീവിയസ് സ്റ്റേറ്റ് ആൻഡ് ഗ്ലോറി ഓഫ് ദ ഹിരോഷിമ, ദ ജേർണലിസ്റ്റ് ഗിവ്സ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഡേ ദാറ്റ് ഹിരോഷിമ വാസ് ഹിറ്റ് ബൈ ആറ്റം ബോംബ് വിച്ച് വാസ് ഓൺ ദ 6th of August. അതായത് ആദ്യം ആ ഒരു പ്രോസ്പെറസ് കണ്ടീഷൻ ഹിരോഷിമയുടെ പറഞ്ഞതിന് ശേഷം പിന്നെ അവർ പറയുന്നത് വാട്ട് ഹാപ്പൻഡ് ഓൺ ദ 6th of August അല്ലേ, 6th of August എന്ത് സംഭവിച്ചു? ദ ജേർണൽ സെസ് ദാറ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ ദ സ്കൈ വാസ് ക്ലിയർ ആൻഡ് വിസിബിലിറ്റി വാസ് പെർഫെക്റ്റ് ഫോർ നിയർലി 12 miles. അന്ന് ആകാശം വളരെ ക്ലിയർ ആയിരുന്നു, വിസിബിൾ ആയിരുന്നു. ഓൺ ദാറ്റ് ഡേ ഓൺ ദ 7:09 AM an air raid warning was given. 4 American planes appeared in the sky. ഒരു 7:09 ആയപ്പോൾ എന്ത് ചെയ്യണം? ആകാശത്ത് 4 അമേരിക്കൻ പ്ലെയിൻസ് വരികയാണ്. ദ പ്ലെയിൻ ഫ്ലൂ ഓഫ് വിതൗട്ട് കോസിങ് ഇൻ ഡിസ്റ്റർബൻസ് ആൻഡ് ഇൻ 7:31 AM all clear messages was given, so people felt safe and came out of their shelters and returned back to their work and normal routine. അങ്ങനെ 7:31 ആയപ്പോൾ പിന്നെയും അവർക്ക് എന്ത് ചെയ്യുകയാണ്? അവിടെ എല്ലാം ഓക്കെ ആയി എന്ന് തോന്നുകയാണ്. ഒരു ക്ലിയർ മെസ്സേജ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ജനങ്ങളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ നോർമൽ ആയിട്ടുള്ള വർക്കുകളിലേക്ക്, നോർമൽ റുട്ടീനിലേക്ക് അവർ മടങ്ങുകയാണ്. ഓൾ ഓഫ് എ സഡൻ എ ഹാഷ് whitish pink colored light appeared in the sky along with an unnatural tremor and a suffocating wave of the heat and wind which was powerful that it carried off all that it's in its way. പെട്ടെന്നായിരുന്നു ഒരു പിങ്ക് വൈറ്റിഷ് കളറിൽ ഒരു ലൈറ്റ് സ്കൈയിൽ അപ്പിയർ ചെയ്യുന്നതും അത് എന്ത് ചെയ്യുകയാണ്? അത് വല്ലാത്തൊരു സഫോക്കേറ്റിംഗ്, ശ്വാസം മുട്ടുന്ന രൂപത്തിലുള്ള ഒരു കാറ്റ്, ഒരു എങ്ങനെയുള്ള വേവ് ഓഫ് ഹീറ്റാണ്, ചൂട് കാറ്റ് ഉണ്ടാക്കുകയും അല്ലേ, അത് എന്ത് ചെയ്തു? ഇറ്റ് ഹാസ് ക്യാരിഡ് എവേ ഓൾ ദാറ്റ് ഇൻ ഇറ്റ്സ് വേ. അതിൻ്റെ വഴിയിലുള്ള എല്ലാതിനെയും തുടച്ചു മാറ്റിക്കൊണ്ട് അത് പോവുകയാണ്. ഇൻ ഫ്യൂ സെക്കൻഡ് മെനി പീപ്പിൾ വർ കിൽ സിവിയർലി ഇൻജ്യൂർഡ് ബൈ ദ സ്ക്രോച്ചിങ് ഹീറ്റ്. അത് ചൂട് കാരണം ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുകയും ഒരുപാട് ആൾക്കാർക്ക് മുറിവേൽക്കുകയും ചെയ്യുകയാണ്. ദ വാൾസ്, ഹൗസസ്, ട്രാംസ് ആൻഡ് ട്രെയിൻസ് എക്സെട്ര വർ ലിഫ്റ്റഡ് ഓഫ് ആൻഡ് ദ ഫ്ലങ്സ് ഇൻ ടു ദ എയർ. വീടുകളും അല്ലേ, ട്രമ്മുകളും ട്രെയിനുകളും ഒക്കെ എന്ത് ചെയ്യാണ്? ഈ കാറ്റിൽ, ഈ ചൂട് കാറ്റിൽ ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങിപ്പോവുകയാണ്. ആനിമൽസ് മെന്റ് വിത്ത് ദ സെയിം ഫേറ്റ് ആസ് മെൻ. മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങളും ഇതേ അവസ്ഥയായിരുന്നു. ട്രീസ് ആൻഡ് പ്ലാന്റ്സ് വർ ബേൺഡ് ആൻഡ് ലെഫ്റ്റ് ലൈക്ക് എ ഡ്രൈ സ്ട്രോ ഓൺ ദ ഗ്രൗണ്ട്. പിന്നെ വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് എന്തായിപ്പോണ്? ഒരു സ്ട്രോ പോലെ ഗ്രൗണ്ടിലേക്ക് വീഴുകയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻസൈഡ് ദ ഹൗസ് വർ കിൽഡ് ആൻഡ് ദോസ് ഹു ഹാഡ് മാനേജ് ടു സ്റ്റേ അലൈവ് ഡൈഡ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ഓർ ഈവൻ എ മന്ത് ലേറ്റർ ബിക്കോസ് ഓഫ് ദ ഡിലേഡ് എഫക്റ്റ് ഓഫ് ദ ഡെഡ്ലി ഗാമ റേസ്. അതായത് ചില ആൾക്കാർ അപ്പം തന്നെ മരിക്കാണ്, ചില ആൾക്കാർ ഒരു ആഴ്ച കഴിഞ്ഞും ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ അതിൻ്റെ ആ ഒരു ആറ്റം ബോംബിൻ്റെ ആ റേസ് കാരണം, ഗാമ റേസ് കാരണം, അതിൻ്റെ എഫക്റ്റ് കാരണം മരണപ്പെടുകയാണ്. ദ ജേർണലിസ്റ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഹാഫ് ആൻ അവർ ആഫ്റ്റർ ദിസ് എക്സ്പ്ലോഷൻ ദ സ്കൈ അറൌണ്ട് ഹിരോഷിമ വാസ് സ്റ്റിൽ ക്ലൗഡ്ലെസ് ബട്ട് റെയിൻ ബിഗാൻ ടു ഫോൾ ഓൺ ദ ടൗൺ വെൻറ്റ് ഓൺ ഫോർ അബൌട്ട് 5 minutes. പിന്നെ പറയുകയാണ് അവിടെ ഹിരോഷിമയിൽ ഇതിന് ശേഷം ഈ ഒരു ഹിരോഷിമയിൽ ഈ ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം അവിടെ എന്തും ചെയ്യുകയാണ്? ഹിരോഷിമയിലുള്ള സ്കൈ ക്ലൗഡ്ലെസ് തന്നെയായിരുന്നു അല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? മഴ പെയ്യാൻ തുടങ്ങി ടൗണിലേക്ക്. ഒരു 5 മിനിറ്റോളം മഴ പെയ്തു. ദിസ് വാസ് കോസ്ഡ് ബൈ ദ ഇൻസ്റ്റന്റ് റൈസ് ഓഫ് ദ ഓവർ ഹീറ്റഡ് എയർ വിച്ച് വെൻ ടു ദ ഗ്രേറ്റ് ഹൈറ്റ് വേർ ഇറ്റ് കണ്ടൻസ്ഡ് ആൻഡ് ഫെൽ ബാക്ക് ഇൻ ദ ഫോം ഓഫ് റെയിൻ. അതായത് അതെന്ത് ചെയ്യുകയാണ്? മഴ ചെറുതായിട്ടൊന്ന് പെയ്തപ്പോൾ വളരെ സ്പീഡിൽ എന്ത് ചെയ്തു? പുക അല്ലേ, എയറിലേക്ക് പിന്നെയും പുക വരികയും അതെന്ത് ചെയ്തു? പിന്നെയും അതിൻ്റെ ചൂട് കാരണം മഴയായിട്ട് താഴേക്ക് പെയ്യുകയാണ്. After this, a violent wind came up and the fire grew rapidly as most Japanese houses were built out of the wood and straw. അങ്ങനെ അതിനൊപ്പം തന്നെ എന്തും വരികയാണ്? ശക്തമായ കാറ്റ് വരികയും അതെന്ത് ചെയ്തു? വയലൻ്റ് വിൻഡ് എന്ത് ചെയ്യുകയാണ്? അവിടെയുള്ള എല്ലാ ജാപ്പനീസ് ഹൗസസും എന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാ ജാപ്പനീസ് ഹൗസും ബിൽട്ട് ചെയ്തത് മരങ്ങൾ കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിച്ചാമ്പലാവുകയാണ്. This fire faded out only by evening, then went out completely as there was literally nothing left to burn. വൈകുന്നേരം വരെ ഈ ഒരു നിന്നു? തീ അണയാതെ നിന്നു അല്ലേ. ഇനി ഒന്നും ബാക്കി വെക്കാതെ ആ തീ പോവുകയാണ് അവിടെ നിന്ന് വൈകുന്നേരമായപ്പോൾ. ഹിരോഷിമ ഹാഡ് ഡൈഡ്. അങ്ങനെ ഹിരോഷിമ അവിടെ മരിച്ചു കഴിഞ്ഞു. ഓൾ ദ ജാപ്പനീസ് കുഡ് utter was the word look, and this word was spoken with an indescribable but constrained emotion അല്ലേ.
ജാപ്പനീസിന് എന്ത് മാത്രമേ പറയാനുള്ളൂ, നോക്ക് എന്നുള്ള ഒരു വല്ലാത്തൊരു വിശ്വാസം മാത്രമേ അവരുടെ വായികളിൽ ഉണ്ടായിരുന്നുള്ളൂ. ദ എൻ്റർ ടൗൺ വാസ് വൈപ്ഡ് ഓഫ് ആൻഡ് ഓൾ ദാറ്റ് റിമൈൻഡ് വാസ് എ സ്റ്റോണി വേസ്റ്റ്. അവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടൗണിലുള്ള എല്ലാം തുടച്ചു മാറ്റപ്പെട്ടു. അവിടെ എന്തുമാത്രം നിലനിന്നു, വെറും വേസ്റ്റുകൾ മാത്രം. ആസ് എ ജേർണലിസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് അക്കൗണ്ട് ദേ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ കാർ ദേ were traveling in and made their way through the dead city where not even an animal could be spotted. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും അവരെവിടെ എത്തിയിരുന്നു, വണ്ടിയിൽ അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്തതാണ് ആര്, നമ്മുടെ ജേർണലിസ്റ്റ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവരവിടെ ഡെഡ് സിറ്റിയായ ഹിരോഷിമയിൽ എത്തിപ്പെട്ടിരുന്നു. അവിടെ ഒരു മൃഗത്തെ പോലും അവർക്ക് കാണാൻ പറ്റിയില്ല. ദേ ഗോൺ ടു മീറ്റ് പ്രൊഫസർ സുസുക്കി ഹു വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് സർജൻസ് ഇൻ ദ ജപ്പാൻ. ഹി ലേറ്റ് ദ വേ ആൻഡ് സ്പോക്ക് ലൗഡ്ലി സോ ദ ഹോൾ ഗ്രൂപ്പ് കുഡ് ഹിയർ ഹിം ക്ലിയർലി. അങ്ങനെ അവരവിടെ ഒരു ബെസ്റ്റ് സർജൻ ഓഫ് ദ ജപ്പാനെ പോയി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, സുസുക്കി എന്ന് പറയുന്ന പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർഡ് അത്രയും ഉച്ചത്തിലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ദിസ് വേർഡ്സ് വർ കെയിം ഔട്ട് ഓഫ് ഹിസ് മൗത്ത് വർ അൺകണക്റ്റഡ്, ഇറ്റ് വാസ് ഡ്രിവൻ ബൈ ഡീപ്പ് ഇമോഷൻ. അദ്ദേഹം പറയുകയാണ്, എന്താണ്, വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഡീപ്പ് ഇമോഷനോട് കൂടി പറയുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്, വി മസ്റ്റ് ഓപ്പൺ അവർ മൈൻഡ്, വി മസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. നമ്മളൊക്കെ നമ്മുടെ മനസ്സുകൾ തുറക്കണം, നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹി ദെൻ പോയിന്റ് ടു ദ റിമൈൻഡേഴ്സ് ഓഫ് ദ ബേസ് വോൾ ആൻഡ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് വൺസ് ഹോസ്പിറ്റൽ വിത്ത് 200 beds, 8 doctors, 20 nurses, but now all of them, including the patients, had been killed by the atomic bomb. He then says, that is what an atomic bomb does. അദ്ദേഹം പറയുകയാണ് അല്ലേ, ഒരു വോള് കാണിച്ചുകൊണ്ട് പറയുകയാണ്, വൺസ് ഇറ്റ് വാസ് എ ഹോസ്പിറ്റൽ, ഇതൊരു ഹോസ്പിറ്റലായിരുന്നു വിത്ത് 200 beds, 200ഓളം ബെഡുകളും 8 ഡോക്ടേഴ്സ്, 20 നേഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൻഡ് ഇൻക്ലൂഡിങ് ദ പേഷ്യൻറ്റ്, ബട്ട് നൗ ഓൾ ദാറ്റ് ഹാഡ് ബീൻ കിൽഡ് വിത്ത് ദിസ് ആറ്റോമിക് പവർ. എല്ലാവരും മരണപ്പെട്ടു. എ ഫ്യൂ ഡേയ്സ് ബിഫോർ മാർഷൽ ജുനോദ് ലെഫ്റ്റ് ടോക്കിയോ, ഹി വാസ് ഇൻഫോംഡ് ദാറ്റ് ജനറൽ മാക് ആദർ വിഷ് ടു റിസീവ് എ ഡെലിഗേഷൻ ഓഫ് ഇൻ്റർനാഷണൽ റെഡ് ക്രോസ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ടോക്കിയോ വിട്ടുപോകാൻ നോക്കുമ്പോഴാണ് അദ്ദേഹത്തോട് ജനറൽ മാക് ആദർ ഒരാൾ വന്ന് ഇൻഫോം ചെയ്യുന്നത്, എന്താണ്, ജനറൽ മാക് ആദറിന് എന്ത് ചെയ്യണം, എന്തിൽ പങ്കെടുക്കാൻ, ഇൻ്റർനാഷണൽ റെഡ് ക്രോസിൻ്റെ അംഗമാകാൻ താല്പര്യമുണ്ടെന്ന്. വെൻ ജനറൽ റിസീവ്ഡ് ദം ഇൻ ഹിസ് ഓഫീസ്, ഹി വാസ് വിയറിംഗ് ദ നോർമൽ സർവീസ് യൂണിഫോം ഓഫ് ദ US Army. ഓൺലി ദ സൈൻ ഓഫ് ഹിസ് ഹൈ റാങ്ക് വേർ ദ 5 star ഹങ് അറൗണ്ട് ഈച്ച് ഓഫ് ഹിസ് ഷോൾഡർ സ്ട്രാപ്പ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു US Army ഡ്രസ്സിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ നമുക്ക് എന്ത് കാണാം, ഹൈ റാങ്ക് പൊസിഷനായ 5 stars കാണാം. In a casual and relaxed manner, he sat down with them, smoking his pipe, thanked them for the work they had done on behalf of the imprisoned American. എന്നിട്ട് അദ്ദേഹം സ്മോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം താങ്ക് പറയുകയാണ്, അതായത് ഇംപ്രിസൻഡ് അമേരിക്കൻസിന് വേണ്ടി അല്ലെ വർക്ക് ചെയ്തവരോടൊക്കെ. ബട്ട് ഇറ്റ് വാസ് എവിഡൻറ്റ് ദാറ്റ് ഹി വാസ് നോട്ട് തിങ്കിങ് merely about his own men, but also of all those who had no other hope of assistance. പിന്നെ അവിടെ നിന്ന് നമ്മുടെ മാസ്റ്റർ ജുനോദ് മനസ്സിലാക്കാണ്, അദ്ദേഹം അമേരിക്കൻസിനെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, അല്ലേ, അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ചും, അല്ലേ, അതായത് ആർക്കൊക്കെയാണ് അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യം, അതൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി ഹിയർ ഹി സ്പീക്സ് അഗെയിൻസ്റ്റ് ഹിസ് പ്രൊഫഷണൽ ക്യാരക്ടർ, റിജക്റ്റിംഗ് ദ യൂസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ ആ ഒരു ആർമി ഓഫീസർ എന്ന തൻ്റെ പ്രൊഫഷണൽ ക്യാരക്ടറിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈവൻ വിത്ത് അവർ പ്രസൻറ്റ് വെപ്പൺ, നോട്ട് ഇൻക്ലൂഡിങ് ദോസ് സ്റ്റിൽ ടു ബി ഡെവലപ്ഡ്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും, അല്ലേ, ഇനി സ്റ്റിൽ ടു ബി ഡെവലപ്ഡ്, ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചും, എ ന്യൂ വാർ വുഡ് ലീവ് നത്തിങ് ബിഹൈൻഡ് വർത്തി ഓഫ് മെൻഷൻ. അദ്ദേഹം പറയുകയാണ്, ഒന്നും തന്നെ ഒരു വാറ് ബാക്കി വയ്ക്കില്ല, നത്തിങ് ബിഹൈൻഡ് വർത്തി ഓഫ് മെൻഷൻ. അതായത് എന്തും ഒരു വർത്തി ആയിട്ടുള്ള, നന്മയായിട്ട് ഒന്നും തന്നെ ആര് ബാക്കി വയ്ക്കില്ല, വാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെപ്പൺ കൊണ്ട് ഒന്നും തന്നെ നമുക്ക് നേടാൻ പറ്റില്ല. ആൻഡ് സോ മാസ്റ്റർ ജുനോദ് എൻഡ്സ് ദ എസ്സേ റൈസിംഗ് ക്വസ്റ്റ്യൻ ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ദ മാൻകൈൻഡ് ഇഫ് അനദർ വാർ ടേക്ക് പ്ലേസ് ആൻഡ് ദ അർജന്റ് നീഡ് ഫോർ സേവിങ് മാൻകൈൻഡ് ഫ്രം ഇറ്റ്സെൽഫ്. എന്തും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാസ്റ്റർ ജുനോദ് ഈ എസ്സേ എൻഡ് ചെയ്യാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ഫോർ ദി ഫ്യൂച്ചർ ഓഫ് ദ മാൻകൈൻഡ് ഇഫ് another war that happen or that takes place, അല്ലേ, and urgent needs for saving mankind from itself. അദ്ദേഹം പറയുകയാണ്, എങ്ങനെ നമുക്ക് ഇവരെ മാൻകൈൻഡിനെ സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ ഒരു എസ്സേ എൻഡ് ചെയ്യാണ്.